ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 100-ലേറെ കടന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്ത്. സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം. ജില്ലയിൽ കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ വടക്കാഞ്ചേരിയിൽ NDRF സംഘത്തെ നിയോഗിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. കാലടി ഗാന്ധിനഗറിന് സമീപം കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പുത്തൂർ കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ചു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്ങല്ലൂർ, കൊമ്പത്തുംകടവ്, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകുമെന്നും മന്ത്രി. നമസ്കാരം. വാർത്തകൾ വിശദമായി. വയനാട്, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100-ലേറെ കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. പരിക്കേറ്റ 100-ലേറെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണ്. എയർലിഫ്റ്റിംഗിലൂടെയും താൽക്കാലിക പാലത്തിലൂടെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കരവ്യോമ നാവികസേനയും NDRFും രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. വയനാട്ടിൽ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനായി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പ്രദേശത്തേക്ക് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. അവധിയിൽ പോയ ഡോക്ടർമാരോട് ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ MP രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ബുധനാഴ്ച ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിക്കും. വയനാട്ടിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ C രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘത്തെയാണ് വയനാട്ടിലേക്ക് അയച്ചത്. തൃശൂർ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശം. പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ചാലക്കുടി, കരുവന്നൂർ, മണലി പുഴകളിൽ വെള്ളമുയർന്നു. തൃശൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 6 താലൂക്കുകളിലായി നിലവിൽ 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 917 കുടുംബങ്ങളിലെ 2490 പേരാണ് ക്യാമ്പിലുള്ളത്. ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി 25-അംഗ NDRF സംഘത്തെ വടക്കാഞ്ചേരിയിൽ നിയോഗിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂരിൽ നിന്ന് ചേറൂർ ഭാഗത്തേക്കുള്ള റോഡിൽ കനത്ത വെള്ളക്കെട്ട്. റോഡ് പോലീസ് അടച്ചുകെട്ടി. ഒറ്റപ്പെട്ട് പെരിങ്ങാവ് മേഖല. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ ജില്ലയും മഴയുടെ ദുരിതത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല. എല്ലാ ഡാമുകളും തുറന്ന നിലയിലാണ്. ഇതോടൊപ്പം തന്നെ എല്ലായിടത്തും വെള്ളക്കെട്ടും രൂക്ഷം. ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് ജവഹർ ബാലഭവൻ ഭാഗത്തു നിന്ന് ചേറൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇവിടെ പോലീസ് കയർ കെട്ടി അടച്ചിരിക്കുകയാണ്. ഇതിലൂടെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഏതാനും വാഹനങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെയും കയർ കെട്ടി പോലീസ് വാഹനങ്ങൾ കടത്തിവിടാതിരിക്കുകയാണ്. ഇന്നലെ പകൽ മുഴുവൻ പെയ്ത മഴ, ഇന്നലെ രാത്രിയിലും പെയ്ത മഴ, ഈ മഴയോടുകൂടി ഈ ഭാഗത്ത് ഈ ചേറൂരിലേക്കുള്ള വഴിയിലും ഒപ്പം തന്നെ പെരിങ്ങാവ് ഭാഗത്തും വീടുകളിലേക്ക്, പ്രത്യേകിച്ച് താഴെയുള്ള വീടുകളിലേക്ക് വലിയ രീതിയിൽ വെള്ളം കയറി. ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം മാറി താമസിച്ച ഒരു സ്ഥിതിയാണ്. 2018 പ്രളയത്തിൽ ഏറെ ദുരിതം അനുഭവിച്ച മേഖലയായിരുന്നു ഇത്. വലിയ ഉയരത്തിലായിരുന്നു ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് മാത്രമല്ല, ഷൊർണൂർ റോഡിൽ അവിടെ നിന്ന് പെരിങ്ങാവിലേക്കുള്ള ഭാഗവും കയർ കെട്ടി അടച്ചിരിക്കുകയാണ്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. വളരെ അധികം സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏറെ ഭാഗങ്ങളുണ്ട്. ഇപ്പോഴും വീടുകളിൽ നിന്ന് മാറാത്തവരോട് അധികൃതർ ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയുകയുണ്ടായിരുന്നു. കാരണം എപ്പോഴാണ് വെള്ളം ഉയരുക എന്നറിയില്ല. പ്രത്യേകിച്ച് പീച്ചി ഡാം അടക്കം വലിയ രീതിയിൽ വെള്ളം തുറന്ന് പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിൽ വെള്ളം എത്ര
പെട്ടെന്നാണ് കയറുക എന്നറിയില്ല. 2018 പ്രളയകാലത്ത് രാത്രിയിലാണ് വെള്ളം പെട്ടെന്ന് ഉയർന്നത്. ഇവിടെ നിന്ന് ആളുകൾക്ക് മാറി താമസിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പിറ്റേന്ന് രാവിലെ ഫയർഫോഴ്സും മറ്റേ രക്ഷാപ്രവർത്തകരും എത്തിയാണ് ഇവിടെ നിന്ന് ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായത്. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ 2024 ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പെരിങ്ങാവ് ഭാഗത്ത് കാണാൻ കഴിഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെരിങ്ങാവും ഒരു ഉദാഹരണം മാത്രമാണ്. വളരെയധികം താഴ്ന്ന മേഖലയിലുള്ള വളരെയധികം വീടുകൾ വെള്ളക്കെട്ടിൽ ഉണ്ട്. ഇവിടെ നിന്ന് ഇനിയും മാറി താമസിക്കാത്തവർ പെട്ടെന്ന് മാറി താമസിക്കണമെന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഒരു ജില്ലയിലെ താഴ്ന്ന മേഖലയിൽ അതുപോലെ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്നവരുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പെരിങ്ങാവിൽ നിന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട്. തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തൃശൂർ ജില്ലയിൽ നാളെ യെല്ലോ അലർട്ടാണ്. അടുത്ത 4 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. ഓഗസ്റ്റ് 2 വരെയുള്ള PSC പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. രണ്ട് ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തൃശൂർ നഗരപരിധിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിയൂർ, പെരിങ്ങാവ്, കുറുപ്പാൾ, ചാഴിപ്പാലം തോടുകൾ കരകവിഞ്ഞൊഴുകി. പെരിങ്ങാവ് പള്ളിമൂല റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചു. ചെമ്പുക്കാവ്, പെരിങ്ങാവ്, കട്ടച്ചിറ പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറി. പെരിങ്ങാവ്, കുണ്ടുവാറ, കുറ്റുമുക്ക് തുടങ്ങിയ മേഖലകളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നെട്ടിശ്ശേരി പാടത്തിന് സമീപം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 5 വീട്ടുകാർ താമസം മാറി. പട്ടത്താഴത്ത് വീട്ടിൽ സുരേഷ്, രാമകൃഷ്ണൻ, ഗിരിജ, ചന്ദ്രൻ തുടങ്ങിയവരുടെ വീടുകളിലാണ് വെള്ളത്തിലായത്. നെട്ടിശ്ശേരി പാടത്തെ തുരുത്തിൽ 2 പശുക്കൾ അകപ്പെട്ടു. പെരിങ്ങാവ് തേൻകുളങ്ങരയിൽ കാറിൽ കുടുങ്ങിയ വൃദ്ധ ദമ്പതികളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പെരിങ്ങാവ് റേഷൻ കടയിൽ വെള്ളം കയറി. മുക്കാട്ടുകരയിലും നെല്ലങ്കര വയലോപ്പിള്ളി നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. ചാഴിപ്പാലം തോട് നിറഞ്ഞൊഴുകിയതിനാൽ നെല്ലങ്കര മാർ തിമോത്തിയോസ് ആശുപത്രി പരിസരത്തും വെള്ളം കയറി. അയ്യന്തോൾ MLA റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ ഇനിയും തുടർന്നാൽ സ്ഥിതി രൂക്ഷമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വടക്കാഞ്ചേരി കേച്ചേരി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് എരുമപ്പെട്ടി, നെല്ലുവായി, പഴവൂർ, തയ്യൂർ, കോട്ടപ്പുറം, കുണ്ടന്നൂർ, മുട്ടിക്കൽ, വെള്ളറക്കാട്, പാത്രമംഗലം, പുലിയന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്കും സ്കൂളുകൾ, അങ്കണവാടികൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. വാഴാനി ഡാം തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി, പഴവൂർ, നെല്ലുവായി, കുണ്ടന്നൂർ, വെള്ളറക്കാട്, മനപ്പടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. പുഴ ദിശ മാറി ഒഴുകി പാലത്തിന് സമീപത്തുള്ള 5 വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. നെല്ലുവായി പാടശേഖരത്തിന് സമീപമുള്ള 10 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ കുന്നംകുളത്തു നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വാർഡ് മെമ്പർ MC ഐജുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നെല്ലുവായി നമ്പറത്തും കോട്ടപ്പുറത്തും വെള്ളത്തിലകപ്പെട്ട കുടുംബങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിലാണ് രക്ഷപ്പെടുത്തിയത്. എരുമപ്പെട്ടി കിഴക്കേ തലയ്ക്കിലുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയാണ്. വേലൂർ പഴവൂരിൽ 50 കുടുംബങ്ങളെയും അയ്യപ്പൻകാവിന് സമീപമുള്ള ഫ്ളാറ്റിലെ കുടുംബങ്ങളെയും വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചു. അയ്യപ്പൻകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലേക്കും ജുമാ മസ്ജിദ് മദ്രസ ഹാളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. തയ്യൂർ, ലോകരത്തിക്കാവ്, പുലിയന്നൂർ, മുട്ടിപ്പാലം, ഉമിക്കുന്ന് എന്നിവിടങ്ങളിലും മഴക്കെടുതികളിൽപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിച്ചു. വേലൂർ തലക്കോട്ടുകരയിൽ വീട് ഭാഗികമായി തകർന്നു. ഒടിയടെ ഭവാനിയുടെ വീടാണ് തകർന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി.
കനത്ത മഴയിൽ വടക്കാഞ്ചേരി നഗരം വെള്ളത്തിൽ മുങ്ങി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ 2 ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അകമലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മണ്ണൊലിച്ച് ട്രാക്കിന് ബലക്ഷയമുണ്ടെന്ന സംശയത്താൽ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം നിർത്തിവച്ചു. ഇരട്ടക്കുളങ്ങരയിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപവും കുറാഞ്ചേരി ബൈപ്പാസിലും മണ്ണിടിച്ചിലുണ്ടായി. ഓട്ടുപാറ വാഴാനി റോഡിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളം കയറി. ഓട്ടുപാറ വാഴാനി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ചാലിപ്പാടം, ഡിവൈൻ ആശുപത്രി, സ്കൂൾ ഗ്രൗണ്ട്, മാരാത്തുകുന്ന്, പുല്ലാനിക്കാട്, കുമരനെല്ലൂർ, മംഗലം, കല്ലംകുണ്ട്, പരുത്തിപ്ര, അകമല വളവ് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. മാരാത്തുകുന്ന് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ താമസക്കാരെ ഫയർഫോഴ്സ് എത്തി ഫൈബർ ബോട്ടുകളിൽ രക്ഷപ്പെടുത്തി. കനത്ത മഴയിൽ ചേലക്കര മേഖലയിൽ വെള്ളം കയറി. ചേലക്കര, പഴയന്നൂർ ടൗണുകളിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ചേലക്കര പോലീസ് സ്റ്റേഷൻ വെള്ളക്കെട്ടിലായി. ചേലക്കര പുതുപ്പാലം നിറഞ്ഞൊഴുകി കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചേലക്കര തോട്ടേക്കോട് മടപ്പാട്ടുപറമ്പിൽ ഹനീഫയുടെയും സഹോദരൻ അഷ്റഫിന്റെയും വീടുകളുടെ ചുറ്റുമതിൽ തകർന്ന് വീടിനുള്ളിലേക്ക് വെള്ളം കയറി. വീട്ടിലുണ്ടായിരുന്നവരെ മാറ്റി താമസിപ്പിച്ചു. ചേലക്കര ടൗണിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. ചേലക്കരയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത്. കിള്ളിമംഗലം ചിറങ്കോണം ഭാഗത്ത് മതിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. പഴയന്നൂരിലെ ഗായത്രി പുഴയും ചീരക്കുഴി ഡാമും നിറഞ്ഞൊഴുകി. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലത്തിന്റെ ഒരു സ്പാൻ ഒഴുക്കിൽപ്പെട്ട് തകർന്നു വീണു. യാത്ര ചെയ്യരുത് കേട്ടോ, ഒരു കാരണവശാലും. പാവ പേടിച്ചു. ജില്ലയിലെ ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 160 സെന്റിമീറ്റർ തുറന്നു. വാഴാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. പൂമല ഡാമിന്റെയും പത്താഴക്കുണ്ട് ഡാമിന്റെയും ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അസുരൻകുണ്ട് ഡാമും പെരിങ്ങൽകുത്ത് ഡാമിലും ഷട്ടറുകൾ തുറന്ന നിലയിലാണ്. തമിഴ്നാട് ഷോളയാർ ഡാം തുറന്നു. വെള്ളം കേരള ഷോളയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കോലടി അത്തേക്കാട് ഗാന്ധി നഗറിൽ കാർ കനാലിലേക്ക് മറിഞ്ഞ് കാർ യാത്രക്കാരനായ ഒരാൾ മുങ്ങി മരിച്ചു. 4 പേർക്ക് പരിക്ക്. വില്ലടം കാട്ടുപറമ്പിൽ 62 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. പീച്ചിയിൽ നിന്നും കനാൽ വഴി വെള്ളം നിറഞ്ഞൊഴുകുന്ന കനാലിൽ നിയന്ത്രണം വിട്ട കാർ മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ മറിഞ്ഞത് കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് 4 പേരെ പുറത്തെടുത്തത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ ജോയിയെ ഏറെ നേരത്തിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് പുറത്തെടുക്കാനായത്. രാമവർമ്മപുരത്തു നിന്നും കോലടിയിലുള്ള സുഹൃത്തിനെ കാണാനാണ് 5 പേരും പോയിരുന്നത്. വിയൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണലിപ്പുഴ കര കവിഞ്ഞതോടെ പാലിയേക്കര ടോളിലെ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് അടച്ചു. മടവാക്കര കാഴ്ചക്കടവ് ഭാഗത്തെ റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്നാണ് റോഡ് അടച്ചത്. പുഴയോരത്തുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഉയർന്ന നിലയിലാണ്. ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പുതുക്കാട് പോലീസ് ബാരലുകളിൽ കയർ കെട്ടിയാണ് റോഡ് അടച്ചത്. കനത്ത മഴയും പീച്ചി ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിപ്പിച്ചതോടെ മണലിപ്പുഴ കരകവിഞ്ഞ് പുത്തൂർ നടത്തറ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. മൂർക്കനിക്കര, കൈനൂർ, പുഴമ്പള്ളം, വലക്കാവ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. പ്രദേശത്തെ മുഴുവൻ പേരെയും പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചു. കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകൻ മകൻ അഖിലിനെയാണ് കാണാതായത്.
പുത്തൂർ പാലത്തിന് സമീപം പുഴ കരകവിഞ്ഞ് വെള്ളം റോഡിലേക്ക് കയറിയതിനെ തുടർന്ന് പുത്തൂർ മാന്നാമംഗലം റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിലായി 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കനത്ത മഴയിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 8.62 മീറ്ററായി ഉയർന്നു. അപകടനില 8.10 മീറ്ററാണ്. ചാലക്കുടി പുഴയിലെ ജലവിധാനം ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അതിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഗതാഗതം നിലച്ചു. വെള്ളാഞ്ചിറ ചാലക്കുടി റെയിൽവേ അടിപ്പാത, അന്നനാട് ചാത്തഞ്ചാൽ എന്നിവിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മഴവെള്ളം കയറിയതിനെ തുടർന്ന് ചാലക്കുടിയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി. കൂടപ്പുഴ NSS സ്കൂൾ, പരിയാരം സെന്റ് ജോർജ് സ്കൂൾ, ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് സ്കൂൾ, ചാലക്കുടി NSS ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടാവസ്ഥ കണക്കിലെടുത്ത് ആളുകൾ പുഴ കാണാനെത്തുന്നത് ഒഴിവാക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് ആവശ്യപ്പെട്ടു. അവിടെ അമ്പലത്തിൻ്റെ ഹാളിനകത്ത് നമ്മളിപ്പോൾ ഒരു ക്യാമ്പ് ഇന്നലെ വൈകുന്നേരം 1 മണി മുതൽ ആരംഭിച്ചു. ഇന്നിപ്പോൾ ഈസ്റ്റ് സ്കൂളിൽ നമ്മളൊരു ക്യാമ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തുള്ള ആളുകൾക്ക് 16-ാം വാർഡ് 17-ാം വാർഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മൾ കോട്ടാറ്റ് സ്കൂളിൽ ഒരു ക്യാമ്പ് തുടങ്ങുന്ന കാര്യങ്ങൾ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ തിരക്കിലാണ്. ദയവേത് ചാലക്കുടിയിലെ എല്ലാ ജനങ്ങളോടുമായിട്ടൊരു കാര്യം പറയാനുള്ളത്, വെള്ളം കാണാനും മറ്റുമായിട്ട് വെറുതെ അനാവശ്യമായി ഇറങ്ങി റൂട്ടിലേക്ക് വരരുത്. ഗതാഗത കുരുക്കുണ്ടാക്കുകയും അത് രക്ഷാപ്രവർത്തനത്തെയും അതുപോലെ മറ്റ് പ്രവർത്തനത്തെയും പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക മാത്രമാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്യാവശ്യമല്ലെങ്കിൽ അനാവശ്യമായ അനാസ്ഥമായി റോഡിലിറങ്ങി ആളുകൾ നടക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. അപ്പർ ഷോളയാർ ഡാമിനടുത്ത് മുക്ക് റോഡിൽ അറുമുഖന്റെ ഭാര്യ 56 വയസ്സുള്ള രാജേശ്വരി, ഇവരുടെ പേരക്കുട്ടിയും സുഗുണയുടെ മകളുമായ 16 വയസ്സുള്ള ജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കൂലിപ്പണിക്കാരനായ അറുമുഖൻ കുറച്ചകലെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിലായിരുന്നു അന്തിയുറങ്ങിയത്. സുഗണ ജോലിയുടെ ഭാഗമായി എറണാകുളത്തുമായിരുന്നു. രാജേശ്വരിയും ചെറുമകൾ ജ്ഞാനപ്രിയയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ചൊവ്വാഴ്ച നേരം പുലർന്ന ശേഷമാണ് അടുത്തുള്ളവർ വിവരം അറിഞ്ഞത്. വരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ ഗതാഗതം നിലച്ചു. കുട്ടോലിപ്പാടം നിറഞ്ഞ് റോഡിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോകുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പല റോഡുകളിലും വെള്ളം കയറിയ നിലയിലാണ്. മുപ്ലിയം വാസുപുരം റോഡിൽ കുന്നക്കര പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയത് മൂലം ഗതാഗതം നിലച്ചു. മുപ്ലിയം അന്ത്യമ്പാടം റോഡിലെ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കച്ചേരിക്കടവ് പാലം റോഡ്, കുട്ടോലിപ്പാടം റൊട്ടിപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു. വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപം മണ്ണിടിഞ്ഞു. 4 വീടുകൾ പൂർണ്ണമായി നശിച്ചു. 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 2018-ൽ മണ്ണിടിച്ചിലുണ്ടായി നശിച്ചതിനെ തുടർന്ന് പുനർനിർമ്മിച്ച വീടുകളാണ് വീണ്ടും മണ്ണിടിച്ചിലിൽപ്പെട്ടത്. പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും അധികൃതരുടെയോ നഗരസഭയുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. അന്നൂർ ചക്കിത്തറ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ ജേക്കബിന്റെ മകൻ 20 വയസ്സുള്ള ഡിങ്കിളാണ് മരിച്ചത്. തൊഴിയൂർ പാലേമാവ് പള്ളി റോഡിൽ വെളിത്താട്ടിൽ അബുവിന്റെ വീട്ടുവളപ്പിലെ കുളത്തിലാണ് വീണത്. 2 സുഹൃത്തുക്കൾക്കൊപ്പം കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് പോകുന്നതിനിടെ ഡിങ്കിൾ കാൽ വഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ ഡിങ്കിളിനെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈദികനാകാനായി ഉത്തർപ്രദേശിൽ പഠിക്കുകയാണ് ഡിങ്കിൾ. മണലിപ്പുഴ കരകവിഞ്ഞ് നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിലെ 100ഓളം വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറിയ വീട്ടുകാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ദീപ്തി സ്കൂളിലെ ക്യാമ്പിൽ 175 പേരും, കല്ലൂർ VLP സ്കൂളിലെ ക്യാമ്പിൽ 20 കുടുംബങ്ങളും, സർവോദയ സ്കൂളിൽ 6 കുടുംബങ്ങളുമാണ് നിലവിലുള്ളത്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, പാലിയേക്കര, തലവണിക്കര, മടവാക്കര പ്രദേശങ്ങളിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അറിയിച്ചു.
കനത്ത മഴ തുടർന്നതോടെ ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് നിർദ്ദിഷ്ട റൂൾ കർവിൽ എത്തി. ജലവൈദ്യുതി പദ്ധതിയിൽ ഉൽപാദനത്തിനുള്ള വെള്ളം ബുധനാഴ്ച തുറന്നുവിട്ടേക്കും. ഇതിനായി ഡാം അധികൃതർ ജില്ലാ കളക്ടറുടെ അനുമതി തേടി. ചൊവ്വാഴ്ച വൈകിട്ട് 70.47 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. നിലവിൽ 108.53 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിരിക്കുന്നത്. ഇത് ചിമ്മിനിയുടെ മൊത്തം സംഭരണ ശേഷിയുടെ 71.6%. മഴ ശക്തമായി തുടർന്നതോടെ ചിമ്മിനിയിലെ ജലനിരപ്പ് ഡാം സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള റൂൾ കർവിലെത്തി. കളക്ടറുടെ അനുമതി ലഭിച്ചാൽ ഡാമിന്റെ സ്ലൂയിസ് വാൽവ് വഴി വെള്ളം പുറത്തുവിടും. വൈദ്യുതി ഉൽപാദനത്തിനാവശ്യമായ 0.5 ദശലക്ഷം ഘനമീറ്റർ വെള്ളം മാത്രമേ പ്രതിദിനം തുറന്നുവിടൂ. ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ. 76.4 മീറ്ററാണ് ചിമ്മിനി ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. 151.55 ദശലക്ഷം ഘനമീറ്ററാണ് ചിമ്മിനിയുടെ സംഭരണശേഷി. സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് 4 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. ഗുരുവായൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ്, ഷൊർണൂർ തൃശൂർ ഡെയിലി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. 10 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, കണ്ണൂർ ആലപ്പുഴ ഇന്റർസിറ്റി എക്സ്പ്രസ്, മംഗളൂരു സെൻട്രൽ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ ഷൊർണൂർ വരെ മാത്രമാണ് സർവീസ് നടത്തുക. ശക്തമായ മഴയിൽ വെങ്കിടങ്ങിൽ മതിൽ വീണ് വയോധികയ്ക്ക് പരിക്കേറ്റു. തൊടുവീട്ടിൽ കുഞ്ഞിക്കാളിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ വയോധികയെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുഞ്ഞിക്കാളിയുടെ വീടിനോട് ചേർന്നുള്ള മതിൽ വീടിന്റെ ചുമരിലേക്ക് വീണാണ് അപകടം ഉണ്ടായത്. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ കൊമ്പത്തങ്കടവ് ഡിവിഷൻ, പാവറട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡ്, മുള്ളൂർക്കര പഞ്ചായത്തിലെ 11-ാം വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് കാളാനി 1-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് രേഖപ്പെടുത്തി. 1-ാം വാർഡിൽ നിന്നും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കോൺഗ്രസിലെ ഷജിന സന്തോഷ്, CPM സ്വതന്ത്ര ബബിത സുരേഷ്, BJPയിലെ സരിത രാജീവ്, SDPI സ്ഥാനാർത്ഥിയായ ഷാമില ഹബീബ് എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പാവറട്ടി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 59.18% പോളിംഗ് രേഖപ്പെടുത്തി. CPI പ്രതിനിധിയായിരുന്ന ബീന സുധാകരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പുത്തഞ്ചിറ പഞ്ചായത്തിലെ 6 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFിലെ സുമിത ദിലീപ്, UDFിലെ നസിയ മർസൂഖ്, NDAയിലെ ചിന്നു സജീഷ് എന്നിവരാണ് മത്സരിച്ചത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരൻ മർസൂഖ് സ്വകാര്യ കാറിൽ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതായി പരാതി. പുത്തഞ്ചിറ തെക്കുമുറി ഹൈസ്കൂൾ ബൂത്തിലേക്ക് ചട്ടം ലംഘിച്ച് വോട്ടർമാരെ എത്തിച്ചതെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MM നൌഷാദ് വരണാധികാരിക്ക് പരാതി നൽകി. കനത്ത മഴയിലും ദുരിതങ്ങൾക്കുമിടയിൽ മുള്ളൂർക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതിശയിപ്പിക്കുന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി. 96% പോളിംഗ് രേഖപ്പെടുത്തിയ മുള്ളൂർക്കര ഉപതെരഞ്ഞെടുപ്പിൽ 1237 വോട്ടർമാരിൽ 997 പേർ വോട്ട് രേഖപ്പെടുത്തി. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പറായിരുന്ന കുഞ്ഞു മുഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും പരിമിതികളും പോരായ്മകളും പരിഹരിച്ച് അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് മന്ത്രി ഗുരുവായൂരിലെത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. വർഷം തോറും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വേഗത്തിൽ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാനാകണം. ഇതിനുതകുന്ന രീതിയിലുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. 56 കോടി രൂപ ചെലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും. 84,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 150 കിടക്കകളോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുണ്ടാകും. 1500 പശുക്കളെ സംരക്ഷിക്കുന്ന ദേവസ്വത്തിന്റെ മലപ്പുറം ജില്ലയിലെ
വേങ്ങാട് ഗോശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള 143 കോടി രൂപ പദ്ധതിയുടെ DPR അംഗീകരിച്ചു. സർക്കാർ തീർപ്പ് കൽപ്പിക്കേണ്ട നിരവധി പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് നടത്തും. ദേവസ്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അദാലത്തിൽ ഉടൻ പരിഹാരം കാണും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും. ദേവസ്വത്തിലെ 16 ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനം വകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും. ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും. ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും. ഫയർ സ്റ്റേഷന് ദേവസ്വം 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ഗുരുവായൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുന്നൂർക്കുളം പരൂർ സ്വദേശി ഏഴിക്കൊട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ഉത്തരവിൽ പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. പിഴയിൽ 3 ലക്ഷം രൂപ ഇരയ്ക്ക് നൽകണമെന്നും ഉത്തരവുണ്ട്. വടക്കേക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ TKS പുരത്ത് മധ്യവയസ്കനെ കെട്ടിട വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. TKS പുരം സ്വദേശി പത്താഴപ്പറമ്പിൽ വീട്ടിൽ 57 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. TKS പുരത്തുള്ള വീൽ അലൈൻമെന്റ് സ്ഥാപനത്തിന് മുന്നിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അവിവാഹിതനായ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരിസരത്തുള്ള കെട്ടിടത്തിലാണ് താമസിച്ചു വന്നിരുന്നത്. ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആഗസ്റ്റ് 2 വരെ നീട്ടി. സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിലാണ് റേഷൻ വിതരണം നീട്ടിയത്. സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ആഗസ്റ്റ് 3 ആയിരിക്കും. ആഗസ്റ്റ് 5 മുതൽ ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചു. ഭരതൻ സ്മൃതി വേദി ഏർപ്പെടുത്തിയ ഭരതൻ പുരസ്കാരം സംവിധായകൻ ബ്ലെസ്സിക്ക് സമ്മാനിച്ചു. തൃശൂർ സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ ഹരിഹരൻ പുരസ്കാരവും ഒരുഭവന്റെ കല്യാൺ സുവർണമുദ്ര TS കല്യാണരാമനും ബ്ലെസ്സിക്ക് സമ്മാനിച്ചു. കാലത്തെ അതിജീവിക്കുന്ന ചലച്ചിത്രങ്ങൾ സമ്മാനിച്ച കാലഘട്ടത്തിന്റെ പ്രതിഭയായിരുന്നു ഭരതനെന്ന് ഹരിഹരൻ അഭിപ്രായപ്പെട്ടു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ഗുരുപൂജ പുരസ്കാരം നൽകിയും ആദരിച്ചു. 350-ലേറെ ചലച്ചിത്ര ഗാനങ്ങൾ ആലപിച്ച ഗായിക ലതികയെയും ചലച്ചിത്ര പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയെയും കലാകാരൻ ധരൻ ഇടക്കുളത്തെയും ആദരിച്ചു. സംവിധായകൻ ജയരാജ്, ഭരതന്റെ മകനും നടനും സംവിധായകനുമായ സിദ്ധാർത്ഥൻ, പുരസ്കാരം നിർണയ കമ്മിറ്റി അംഗം MP സുരേന്ദ്രൻ, സ്മൃതി വേദി ഭാരവാഹികളായ അനിൽ വാസുദേവ്, അഡ്വക്കേറ്റ് E രാജൻ, C വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. KPC ലളിതയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നടി ഉർവശിക്ക് പിന്നീട് സമ്മാനിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംഗീത നിശ പരിപാടികൾ ഒഴിവാക്കി ചടങ്ങ് മാത്രമായാണ് നടത്തിയത്. പുരസ്കാരദാനത്തേക്ക് മാറ്റിവെക്കുകയാണ്. കാത്തിരുന്ന ഏറ്റവും മറ്റൊരു ഭരതൻ സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 26ാം ഓർമ്മ ദിനം ആചരിച്ചു. തൃശൂർ ചിത്രസൗധം ആർട്ട് ഗാലറിയിൽ സുഹൃത്ത് സംഘം സംഘടിപ്പിച്ച ഭരതൻ സ്മൃതി ദിനാചരണം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ ചിത്രസൗധം അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, മുഹമ്മദ് റഷീദ്, TT പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും വലിയ ഫിലിം മേക്കറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമുകളും ചിത്രങ്ങളെ പോലെയായിരുന്നു. വരച്ചു വെച്ച ചിത്രങ്ങളെ പോലെയാണ് ഓരോ ഫ്രെയിമും. അതിൽ ചലിക്കുന്ന ശില്പങ്ങൾ പോലെയായിരുന്നു നടീന്നത്. കുന്നംകുളം കുറുക്കൻപാറയിൽ കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരിങ്കൽ ശില്പങ്ങൾ തകർന്നു.
ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചിറ്റിലപ്പള്ളി മുള്ളൂർ കായൽ റോഡിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. വെളിയങ്കോട് നിന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസും കാറുമാണ് കൂട്ടിയിടിച്ചത്. കുന്നംകുളത്ത് പാർക്ക് ചെയ്യുന്നതിനിടെ സ്വകാര്യ ബസ് പുറകോട്ടിറങ്ങി പെട്രോൾ പമ്പിന്റെ കൈവരി ഇടിച്ചു തകർത്തു. ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിൽ പാർക്ക് ചെയ്യുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് പുറകോട്ടിറങ്ങി സമീപത്തെ കൈവരിയിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. സമീപത്തെ കാനയിൽ ബസിന്റെ മുൻചക്രം താഴ്ന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മണ്ടകത്തിങ്കൽ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പഴഞ്ഞി ജെറുസലേമിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാട്ടകമ്പൽ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6320 രൂപ, പവന് 50,560 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3169 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 100-ലേറെ കടന്നു. 100 കണക്കിന് പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനത്തിന് സൈന്യം രംഗത്ത്. സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം. ജില്ലയിൽ കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ വടക്കാഞ്ചേരിയിൽ NDRF സംഘത്തെ നിയോഗിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. കാലടി ഗാന്ധിനഗറിന് സമീപം കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പുത്തൂർ കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ചു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്കല്ലൂർ, കൊമ്പത്തുംകടവ്, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. വോട്ടെണ്ണൽ ബുധനാഴ്ച. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകുമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.